തൃശൂർ ചാവക്കാട് സുനാമി പുനരധിവാസ കോളനിയിലെ വീടുകളിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും വാടകയ്ക്ക്. ഗുണഭോക്താക്കൾക്ക് കൈമാറിയ വീടുകൾ വിൽക്കരുതെന്നും വാടകയ്ക്ക് നൽകരുതെന്നുമുള്ള ചട്ടം ലംഘിച്ചാണ് വ്യാപകമായി വീടുകൾ വാടകയ്ക്ക് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സുനാമി പുനരധിവാസ കോളനിയാണ് ചാവക്കാട് തൊട്ടാപ്പിലേത്. 2012 224 കുടുംബങ്ങൾക്കായി സർക്കാർ 4 സെന്റ് സ്ഥലത്ത് കോൺക്രീറ്റ് വീടുകൾ നിർമ്മിച്ചു നൽകി. പിന്നീട് ഘട്ടം ഘട്ടമായി പല കുടുംബങ്ങളും ഇവിടുത്തെ വീടുകൾ വാടകയ്ക്ക് നൽകി മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റി. ചട്ടങ്ങൾ ലംഘിച്ചുള്ള വീട് കൈമാറ്റത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. തീർത്തും സാമ്പത്തികമായി ദുർബലമായവരാണ് നിലവിൽ കോളനിയിൽ കഴിയുന്നത്. ഇവരിൽ പലരും ഇപ്പോൾ കുടിയിറക്ക് ഭീഷണിയിലുമാണ്. ഇപ്പൊ വാടകക്ക് ഇങ്ങനെ ഇവര് പറയുന്നുണ്ട് ഒഴിവാകണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ഭീഷണി അവര് ഒഴിവായിക്കോ, ഞങ്ങക്ക് കയറി താമസിക്കാനാണെന്ന്. നോക്കുമ്പോ അവര് വലിയ വീട്ടുകാരാണ്. അപ്പൊ അവർക്ക് വീട് വേണമെന്നുള്ള പിടിവാറിൻ്റാണ് ഇപ്പൊ അവര് പറയുന്നത്. ഒരു വീടിന്റെ ഒരു കാര്യവും ശരിയായിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ നിൽക്കണ വീട് ഓണർ പറയണ 10,000 രൂപ അഡ്വാൻസും 2,000 രൂപ വാടക ആക്കും. ഈ 1-ാം തീയതി മുതൽക്ക് അങ്ങനെ ആയില്ലെങ്കിൽ ഇറങ്ങണം എന്നാണ് പറയണത്. ഞങ്ങൾക്ക് പോകാനൊരു ഇടവും ഇല്ല. ഒരു വാടക വീട് പോലും വേറെ കിട്ടാനും ഇല്ല നാട്ടില് ഒരു ഇതില്. അപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്ത കാരണം അവരിറക്കി വിടുമെന്നാണ് പറയണത്. വാടകയ്ക്ക് നൽകുന്നതിന് പുറമെ വീടുകൾ വിൽക്കാനും ചിലർ ശ്രമം നടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട്. പാവപ്പെട്ടവരിവിടെ വന്നിട്ട് 2000-ന് വീടെടുത്തിട്ടുണ്ട്, 1500-ന് വീടെടുത്തിട്ടുണ്ട്, 3000 മേടിച്ചിട്ടുണ്ട്, 10,000 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിലവർ 5000 കൊടുത്തിട്ടുണ്ട്, 15,000 ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒന്നിലേറെ വീടുള്ളവർ ഇത് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് സീക്രട്ടായിട്ട്. ഇതുപോലെ ഒട്ടനവധി വീടുകളാണ് സുനാമി കോളനിയിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഈ വിധത്തിൽ അടഞ്ഞു കിടക്കുന്ന വീടുകളിൽ കാടുകയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളങ്ങളായി പല വീടുകളും മാറി. അർഹതയുള്ളവർ പുറത്തു നിൽക്കുമ്പോഴാണ് സുനാമി വീടുകൾ ഈ വിധത്തിൽ നശിക്കുന്നത്. സർക്കാർ ഇടപെട്ട് വീടുകൾ അർഹതയുള്ളവർക്ക് നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.